അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുള്ള ഇഷ്ക് മദീനയിലൂടെ ഉള്ളവർ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ടെൻഷനിലൂടെ ജീവിക്കുന്നവരുമാണുള്ളത്. ദിവസമായിട്ട് വാട്സപ്പിലൂടെ ഓരോരോ സങ്കടം പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ടെൻഷനുകളും എല്ലാ ഇടങ്ങേറുകളും അതിപ്പോൾ കടം കൊണ്ടുള്ള ടെൻഷനാണെങ്കിലും അതെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മളെ മജ്ലിസിൽ വെച്ച് നമ്മൾ ദിവസമായിട്ട് ഒരുപാട് ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ മിഥില് സവാബ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കാണിച്ചു തരട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അതേപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഖബറിലാണുള്ളത്. അവരുടെ ഖബറിലേക്കൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മൾ ചൊല്ലുന്നതിൻ്റെയൊക്കെ നമ്മളെ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്ന ദിക്റിൻ്റെയൊക്കെ മിഥില് സവാബ് അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് ഒരു ദിക്ർ നിങ്ങളോട് പറയാനാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് പലപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഈ ദിക്ർ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ പഠിക്കണം. അതായത് എപ്പോഴും നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം മെച്ചപ്പെടാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറാനും ഉന്നത പദവിയിലേക്ക് എത്താനും അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യത്തിനും എല്ലാത്തിനും നമ്മളെ ഉള്ള സമാധാനം അത് നിലനിൽക്കാനും എല്ലാം റാഹത്തിലാവാനും ഒക്കെയായിട്ട് ഈ ദിക്ർ നിങ്ങൾ പതിവാക്കാൻ നോക്കണം. ഇൻഷാ അല്ലാ ദിക്ർ ഏതാണെന്ന് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. 313 തവണയാണ് നമ്മൾ ഈ ദിക്ർ ചൊല്ലാൻ പോകുന്നത്. ദിക്ർ ഞാൻ ചൊല്ലുന്ന സമയത്ത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളും ഒപ്പമായിട്ട് ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ മഹത്വം മനസ്സറിഞ്ഞുകൊണ്ട് ഇതിന് അള്ളാഹു എനിക്ക് ഇന്ന പ്രയാസം അള്ളാഹു മാറ്റിത്തരും, എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകും എന്ന ഒരു മനസ്സോടുകൂടി, ഇത് മുഹറം മാസവും കൂടിയാണല്ലോ, ആ ഒരു മനസ്സും കൂടി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഭീമാ പള്ളിയിൽ ഞാൻ പോകുന്നത് അടുത്ത ശനിയാഴ്ചയാണ് കേട്ടോ. വരുന്ന ശനിയാഴ്ച, അതായത് 4-ാം തീയതിയാണ്. അവിടേക്ക് ഒരുപാട് ഉമ്മമാർ, ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പള്ളിയാണ് ഭീമാ പള്ളി. അതേപോലെ തന്നെ മുഹിമ്മാത്ത് പള്ളി നിങ്ങൾക്കറിയാം. അവിടേക്ക് എനിക്കൊരു നേർച്ചക്കടമുണ്ട് കൊടുക്കാൻ. അവിടെ അരിയാണ് നേർച്ചയാക്കൽ. ഒരുപാട് 2-3 മാസമായി ഞാൻ അവിടേക്ക് 25 കിലോ അരി നേർച്ചയാക്കിയിട്ട് എൻ്റെ കാര്യം നടന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ മുഹിമ്മാത്ത് പള്ളിയിലേക്കും പോകുന്നുണ്ട്. ഭീമാ പള്ളി പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെയാണ് മുഹിമ്മാത്ത് പള്ളിയിലേക്ക് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അരി നേർച്ച കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ, എന്ത് കാര്യത്തിനായാലും അരിയാണ് അവിടെ നേർച്ചയാക്കി കൊടുക്കുക. ഓരോ ദിവസം എത്രയോ പേരാണെന്നറിയാം അവിടെ വന്നിട്ട് നേർച്ചക്കടം കൊടുത്തു പോകുന്നത്. ആ അരി പിന്നെ അവിടെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് കൊടുക്കുമത്രേ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാനൊരു ദിവസം യൂട്യൂബ് കണ്ടിട്ട് ഒരു ഉസ്താദിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് ഞാനത് അവിടേക്ക് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നത്. 25 കിലോ അരി. മുഹിമ്മാത്ത് പള്ളി, അത് വളാഞ്ചേരി ആ ഒരു ഭാഗത്തായിട്ടാണ് ആ പള്ളി വരുന്നത്. ഞാൻ അന്നേ ആഗ്രഹിച്ചതാണ് അങ്ങോട്ട് പോകണമെന്ന്. ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് മുഹിമ്മാത്ത് പള്ളിയിലേക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അരിയോ എന്തെങ്കിലും പ്രയാസം കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ അത്ഭുതമായിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. ഈ പള്ളിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർ എന്ത് ചെയ്യുക, യൂട്യൂബിലായിട്ട് മുഹിമ്മാത്ത് പള്ളി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ കേട്ടോ. ആ പള്ളി ഒരുപാട് പേര് യൂട്യൂബിലായിട്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും അരി നേർച്ചയാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഭീമാ പള്ളിയിലേക്ക് പോകുന്നത് ശനിയാഴ്ചയാണ്. അതിൻ്റെ മുന്നേ ഈ മുഹിമ്മാത്ത് എനിക്കൊരു നേർച്ചക്കടമുണ്ട് അവിടെ കൊടുക്കാൻ. അപ്പം അതും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിയ്യത്തുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. ഞാൻ വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഭീമാ പള്ളിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിലും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കുക. അവിടെ പട്ട് നേർച്ചയാക്കുക, പള്ളിയിൽ പൈസ നേർച്ചയാക്കി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നല്ല ഫലം കിട്ടുന്ന പള്ളിയാണ് ഭീമാ പള്ളി. ഒരുപാട് നേർച്ചക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരുപാട് പേർക്ക് അനുഭവം പറയാനുള്ള പള്ളിയാണ്. ഇൻഷാ അല്ലാ നമ്മൾ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ.
നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കുക. ആരും കോൾ ചെയ്യരുത് കേട്ടോ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ആണുങ്ങൾ ആരും ഇതിലേക്ക് വിളിക്കണ്ട, വോയിസ് മെസ്സേജ് അയക്കണ്ട. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ചാനലാണ്. ഞാൻ പറഞ്ഞ ദിക്ർ നമ്മൾ ചൊല്ലാൻ പോവാണ്. നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകൾ മാറാനും തട്ടിമുട്ടലുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ നിയ്യത്താക്കിയിട്ട് ഒപ്പമായിട്ട് ചൊല്ലിക്കോളി. ചെറിയ ദിക്റാണ്, വലിയ മഹത്വമുള്ള ദിക്റും കൂടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്താനും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാനും ചൊല്ലിക്കോളി. 313 തവണ ചൊല്ലുന്നത് വരെ സംസാരിക്കാണ്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. മുഹറം മാസമാണ് എന്ന മനസ്സോടുകൂടി നമ്മൾ ചൊല്ലാം. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 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 മാഷാ അല്ലാഹ്
ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്
ما شاء الله لا قوة إلا بالله 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 ما شاء الله لا قوة إلا بالله
മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ 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 മാഷാ അല്ലാ ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ 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 മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ
മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് 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 മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബേ, ഞങ്ങളെ എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്ക് റഹ്മാനെ. ഞങ്ങളെ സമാധാനം നിലനിർത്തിക്കൊണ്ട് റഹ്മാനെ, ഞങ്ങളുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് അല്ലാ, ഞങ്ങൾക്ക് നീ നൽകിയ കാരുണ്യം നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ തന്ന അനുഗ്രഹം മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളിലേക്ക് വരുന്ന ആപത്ത്, മുസീബത്ത് എന്നിവയിൽ നിന്ന് ഞങ്ങളെ നീ കാവൽ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ കൊണ്ടും കണ്ണീരിലാണ് റഹ്മാനെ. കണ്ണീരോടെ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുണ്ടല്ല. അവരുടെ എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ല. റബ്ബേ, പ്രത്യേകമായി ഇന്നലെ ദുആ ചെയ്യാൻ വേണ്ടി ചെറിയ മോള് 9 വയസ്സായ ഒരു കുട്ടീനെ പറ്റി ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട് റഹ്മാനെ. ഒരു ഉമ്മ വോയിസിലായിട്ട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഖബർ അള്ളാഹു സന്തോഷത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല റാഹത്തും സമാധാനവുമുള്ള ഖബറാക്കി കൊടുക്കട്ടെ. കുഞ്ഞു മക്കളാണ്, അവരൊക്കെ സ്വർഗത്തിലേക്കാണ്, അത് ഉറപ്പാണ്. എന്നാലും നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് യാസീനോ ഫാത്തിഹയോ ഒക്കെ ആയിട്ട് എല്ലാവരും ഓതുക. നമുക്ക് ഈ ദുആൻ്റെ ലാസ്റ്റായിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായിട്ട് റബ്ബെ, ഒരുപാട് പേര് വാട്സപ്പിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. അവരുടെ എല്ലാവിധ ഇടങ്ങേറും നിനക്കറിയാലോ റഹ്മാനെ. എല്ലാവിധ സമാധാനവും അവരുടെ ജീവിതത്തിൽ നീ നൽകല്ല. പ്രത്യേകമായിട്ടൊരു ഉമ്മ ഭയങ്കര ടെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ വലിയ പ്രയാസം, അതായത് ജീവിതത്തിൽ തന്നെ ഒരു സമാധാനമില്ലാത്തൊരു വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും കൊടുക്ക് റഹ്മാനെ. അതുപോലെ തന്നെ ഒരു ഉമ്മ എപ്പോഴും വാട്സപ്പിലൂടെ കരഞ്ഞാണ് പറയുക, മകന് ജയിലിലാണ്, ആ ഒരു പ്രയാസത്തിലാണ് ആ ഉമ്മ ഉള്ളത്. റബ്ബെ, എത്രയും പെട്ടെന്ന് ആ മോന് ജയിൽ മോചനം നൽകല്ല. നീ വിചാരിച്ചാൽ പറ്റാത്തതൊന്നുമില്ലല്ലോ റബ്ബെ. ആ ഉമ്മാൻ്റെ മനസ്സിന് നീ സമാധാനവും സന്തോഷവും നൽകു റബ്ബെ. റഹ്മാനായ റബ്ബെ, പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനെ ഉള്ളത്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ ആങ്ങളമാർ, ജ്യേഷ്ഠത്തിമാർ, ജ്യേഷ്ഠന്മാർ, കുടുംബത്തിൽപ്പെട്ടവർ, അയൽവാസികൾ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദന്മാർ, ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്ന ഉസ്താദന്മാർ, ഒരുപാട് പേര് ഖബറിലാണുള്ളത് റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ നീ കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകു റഹ്മാനെ. റബ്ബേ, അവർക്ക് നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കുക അവരുടെ ഖബർ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും തസ്ബീഹിൻ്റെയും മിഥില സവാബ് അവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം ഞങ്ങളുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കും നീ എത്തിച്ചു കൊടുക്കുക റഹ്മാനെ. ഒരുപാട് പേര് ഞങ്ങളൊക്കെ ഉംറക്ക് പോവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് റഹ്മാനെ. പോവാൻ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് അല്ലാഹുവേ. റബ്ബേ, നീ ഞങ്ങൾക്ക് അതിനൊരു വഴി തുറന്ന് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴി നീ തുറന്ന് നൽകല്ല റബ്ബേ. ഞങ്ങൾ ഒരുപാട് നേർച്ച കൊടുക്കുന്നവരാണ്. ഓരോ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോരോ നേർച്ചകൾ കൊടുക്കുന്നത്. അതിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിച്ചുകൊണ്ട് റഹ്മാനെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി, മോളാണോ മോനാണോ എനിക്കറിയില്ല, 9 വയസ്സായ ഒരു കുട്ടിയാണ് എന്നാണ് വാട്സപ്പിലൂടെ ആയിട്ട് ആ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഖബറിലേക്ക് നമ്മൾക്കൊരു 3 ഫാത്തിഹ ഓതി ദുആ ചെയ്യുക.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയും ആ ചെറിയ കുട്ടിയുടെയും ഖബറിലേക്ക് ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹാനെ നീ എത്തിക്കണേ അല്ലാ. റബ്ബേ, ഖബർ വിശാലമാക്കി സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കുക, ആനന്ദത്തിൻ്റെ ഖബറാക്കി കൊടുക്കല്ല. റബ്ബേ, ആ കുട്ടീൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിന് സമാധാനവും ക്ഷമയും നൽകല്ല. ആ കുടുംബത്തിന് ക്ഷമ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ നീ ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാക്കി മാറ്റണേ അല്ല. ഞങ്ങൾ ചൊല്ലുന്നതിലും ഓതുന്നതിലും എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ അത് നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ല. റബ്ബേ, കരുതി കൂട്ടി ചെയ്യുന്ന തെറ്റല്ല റഹ്മാനെ. ചെല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ല. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.